നിങ്ങൾ നാളും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ ആത്മാ പുനർജന്മന ആത്മേച്ച ആത്മവിധാം കൃതിച്ച ചെയ്താം. 2025 മാർച്ച് 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളാണ് ഇവിടെ വിചിന്തിക്കുന്നത്. അതായത് അശ്വതി മുതൽ രേവതിയുള്ള 27 നക്ഷത്രങ്ങൾ. അശ്വതി നക്ഷത്രം ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമാകും. പുതിയ പ്രവൃത്തി മേഖലകൾ തുടങ്ങാൻ സാമ്പത്തിക ആവശ്യത്തിനായി ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വരും. സമ്മാന പദ്ധതികളിൽ വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. ഭരണി പ്രവൃത്തി മണ്ഡലങ്ങളിൽ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. അമിത ആവേശം അബദ്ധങ്ങൾക്ക് വഴി ഒരുക്കും. തൊഴിൽ മേഖലകളിൽ കൂടെ ജോലി ചെയ്യുന്നവർ പലരും അവധി എടുക്കുന്നതിനാൽ ജോലിഭാരം കൂടാൻ ഇടയുണ്ട്. കാർത്തിക സഹപാഠികളോടൊപ്പം വിദേശയാത്ര പോകാൻ ഇടയാകും. മേലധികാരികളുടെ നോമിനിയായി പ്രവർത്തിക്കാൻ ജോലി ചെയ്യേണ്ടി വരും. ആശയവിനിമയങ്ങൾ വന്നുചേരുന്ന ആശയക്കുഴപ്പങ്ങൾ കാരണം സ്വന്തം സഹപ്രവർത്തകരും വീട്ടുകാരും നമുക്ക് എതിരായിട്ട് വരും. രോഹിണി തൃപ്തിയായ ഗ്രഹം വാങ്ങി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നതിനാൽ മനസ്സമാധാനം കൂടുതൽ ഉണ്ടാകും. മകരം വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. സൗഹൃദ സംഭാഷണത്തിൽ പുത്രിക്ക് നല്ല വിവാഹാലോചന വന്നുചേരും. തിരുവാതിര മുങ്ങിക്കിടക്കുന്ന സ്ഥാനക്കയറ്റം അംഗീകാരവും ലഭിക്കും. അന്തിമമായി ഉദ്ദേശിച്ച ഉപരിപഠനത്തിന് യോഗ്യത ഉണ്ടാവും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. പുണർന്ന കുടുംബസമേതം പുണ്യതീർത്ഥ യാത്ര പുറപ്പെടാൻ യോഗമുണ്ടാകും. പുതിയ പ്രവൃത്തി മേഖലകൾക്ക് തുടക്കം കുറിക്കും. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഉടലെടുക്കും. പൂയം യാത്രാവേളയിൽ രേഖകളും വിലപ്പെട്ട പലതും നഷ്ടപ്പെടാൻ ഇടവരും, സൂക്ഷിക്കണം. മേലധികാരികളുമായ ഉന്നത ജോലിക്കാരുമായോ അവരുമായിട്ട് പോകരുത്. കളത്ര സന്താനങ്ങളെ വിദേശത്ത് കൊണ്ടുപോകാൻ അവസരം ലഭിക്കുന്നതിനാൽ മനസമാധാനം ഉണ്ടാകും. ആയില്യം ഗൃഹനിർമ്മാണത്തിനുള്ള ഭൂമി വാങ്ങാൻ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ സാധിച്ചതിനാൽ ആശ്വാസം ഉണ്ടാകും. അമിത ആവേശം ആപത്തിന്
വഴിയൊരുക്കാൻ ഇടയാകും. മകം, നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അപകടത്തിന് ഇടവരുത്തും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം മാറി താമസിക്കാൻ ഇടവരും. പൂരം, ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും ആവശ്യമായി വരാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദീർഘ അവധിയെടുക്കാൻ ഇടവരും. ഉത്രം, ആദർശവാദം സ്വജനങ്ങ ശത്രുതയ്ക്ക് വഴിയൊരുക്കും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഒപ്പുവയ്ക്കും. ഒപ്പുവയ്ക്കാനുള്ള വിദഗ്ധ ഉപദേശം നേടാൻ ഇടയുണ്ടാവും. അത്തം, പുതിയ ഉദ്യോഗത്തിന് നിയമനം ലഭിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പുത്രന് ഉപരിപഠനത്തിന് അനുയോജ്യമായ ജോലി ലഭിച്ചു എന്ന് അറിയുന്നതിൽ പ്രത്യേകം സന്തോഷം ഉണ്ടാവും. ചിത്തിര, കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാൻ തൊഴിൽ മാറ്റമുണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പുതിയ ഉദ്യോഗത്തിന് നിയമാനുസൃതമായ മാറ്റങ്ങൾ ലഭിക്കും. ചോതി, കുടുംബത്തിൽ ഐക്യവും ദാമ്പത്യ സുഖവും സമാധാനവും ഉണ്ടാകാൻ ഇടയുണ്ട്. പുതിയ വ്യാപാരങ്ങൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതി ജയിക്കുവാൻ സാധിക്കും. വിശാഖം, സന്താനങ്ങളെ പറ്റിയുള്ള ആശങ്കകൾ വർദ്ധിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനയാൽ ആശ്വാസത്തിന് ഇടവരും. ജന്മനാട്ടിലുള്ള ആധാരാലയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും. മേലധികാരികളുടെ പ്രതിനിധിയായി പങ്കെടുക്കാൻ ഇടയുണ്ടാവും. അനിഴം, ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനമുണ്ടാകും. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര മേഖലകളെ ആശ്രയിക്കാനിടയാവും. മൂലം, ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. വേണ്ട വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിച്ചതിനാൽ ആശ്വാസമാകും. പൂരാടം, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും. ഉദ്യോഗം അന്വേഷിച്ചുള്ള യാത്ര ഫലപ്രദമാകും. ഭർത്താവിനൊപ്പം താമസിക്കാൻ വിദേശയാത്ര പുറപ്പെടേണ്ടി വരും. മറ്റ് പ്രലോഭനങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. തിരുവോണം, വിദ്യാർത്ഥികൾക്ക് ഉന്മേഷം കുറയാൻ ഇടയാകണം. അമിതമായ ആത്മവിശ്വാസം അരുത്.
സഹൃദയ സദസ്സിൽ പ്രശംസാവചനങ്ങൾ കേൾക്കുവാൻ ഇടവരും. അവിട്ടം കർത്തവ്യബോധം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും. വിഷയത്തിൽ പരീക്ഷ എഴുതി വിജയിക്കാൻ സാധിക്കും. ചതയം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. പ്രയത്നങ്ങൾക്ക് അന്തിമമായി ഫലമുണ്ടാവും. വ്യവസ്ഥകൾ പാലിക്കും. ചിരകാല അഭിഷേക പ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് വരും. പൂർവിട്ടായി അർഹമായ പൂർവിക സ്വത്ത് നിയമപരമായി ലഭിക്കും. ഊഹാപോഹങ്ങളും പ്രലോഭനങ്ങളും ചെന്ന് കുടുങ്ങരുത്. ഉദ്യോഗത്തിൽ സ്ഥിരത കൈവരിക്കും. ഉത്തട്ടാതി വ്യാപാര വ്യവസായങ്ങളുടെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം തേടും. വാഹനം മാറ്റിവാങ്ങും. സ്വസ്ഥമായി പരീക്ഷ എഴുതുവാൻ സാധിക്കും. രേവതി വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. തൊഴിൽ മേഖലകളോടുകൂടിയുള്ള ക്ലേശങ്ങൾ വർദ്ധിക്കാൻ ഇടയാവും. ഉദ്യോഗത്തിന്റെ കാലാവധി തുടർന്ന് ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിലേക്ക് തിരിച്ച് പോരാൻ ഇടയാകും. ഇതോടുകൂടി ഈ ആഴ്ചത്തെ ആഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. കമന്റ് ബോക്സിൽ ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും, സംശയങ്ങൾക്കും, നിവാരണങ്ങൾക്കും, പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും. കൂടാതെ ഫോണിൽ കൂടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 99 47 54 21 79. ഗോഡ്സോൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.